ഹലോ, വെൽക്കം ടു ഗൃഹം. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇപ്പോൾ ന്യൂ ഇയർ ആയിട്ട് ഈ വർഷത്തെ കളർ ഏതാണെന്ന് നിങ്ങൾക്കറിയോ? എല്ലാ വർഷവും പാൻറ്റോൺ എന്ന് പറയുന്ന കമ്പനി ഓരോ വർഷം ഒരു കളർ അനൗൺസ് ചെയ്യാറുണ്ട്. എല്ലാ ട്രെൻഡ്സും ഇതിനനുസരിച്ചിട്ടായിരിക്കും ഫോളോ അപ്പ് ചെയ്യുന്നത്. സോ ഈ വർഷം പാൻറ്റോൺ ഒരു കളർ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇസ് നൺ അതർ ദാൻ ക്ലൗഡ് ഡാൻസർ. അതായത് വൈറ്റ് ഓർ ഓഫ് വൈറ്റ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ക്ലൗഡ് ഡാൻസർ ആ മീനിങ്ങിൽ തന്നെ അതുണ്ട്. സോ ഇനി നമ്മൾ കാണാൻ പോകുന്ന ലേറ്റസ്റ്റ് ആയിട്ട് വരാൻ പോകുന്ന ട്രെൻഡ്സ്, വെഡ്ഡിങ് റിസപ്ഷനിൽ യൂസ് ചെയ്യുന്ന വെഡ്ഡിങ് ഗൗൺസ് ഓർ ലെഹങ്കാസ്, ഷെർവാണീസ്, വാട്ട് എവർ ഇറ്റ് ഈസ്, ഇറ്റ് മേ ബി ഇൻ ദ വൈറ്റ് തീം. ഇങ്ങനെയാണ് ഒരു ട്രെൻഡ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി ഇങ്ങനൊരു കളറ് അനൗൺസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ. ഇതുകൊണ്ട് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറയാം. ഇപ്പോൾ എനിക്കൊരു ലെഹങ്ക ചെയ്യിപ്പിക്കാം. ഐ മീൻ അബ്രോഡ്, ഞാൻ പുറത്ത് വരെയുള്ള ആളാണ്. എനിക്ക് നാട്ടിൽ വെച്ചിട്ടൊരു ബൊട്ടിക്കിൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ കളറിലെ പീച്ച് കളർ അതാണ് ഞാൻ അവരോട് പറഞ്ഞത്. പക്ഷേ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നൊരു ടോൺ ആയിരുന്നില്ല ചെയ്തു വന്നപ്പോൾ വന്നു. സോ ഇതുപോലെയുള്ള ക്ലാഷും കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ നമ്മൾ ഇതിനെ ഹെൽപ്പ് ചെയ്യും. പാൻറ്റോൺ ഇതിനൊരു കളറിൻ്റെ പേരിനൊപ്പം ഒരു കളർ കോഡും കൂടെ കൊടുക്കും. ഇപ്പോൾ സോ നമ്മൾ സ്പെസിഫിക് ആയിട്ട് എനിക്ക് ഈ കളർ ആൻഡ് ഈ കളർ കോഡാണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് എവിടെയാണെങ്കിലും ആ കോഡ് അത് സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള കസ്റ്റമൈസേഷനൊക്കെ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ഇൻറ്റീരിയർ സെക്ഷനിലേക്ക് വരികയാണെങ്കിലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഫാബ്രിക്സിൽ, പാറ്റേൺസിൽ എല്ലാം കൂടുതൽ ഈ കളറിൻ്റെ പ്രസൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ട്രെൻഡിങ് ആയിട്ട് എനിക്ക് ഇപ്പോൾ കറണ്ട് ട്രെൻഡിലുള്ള പോലെയുള്ള വീട് വേണം, അല്ലെങ്കിൽ കറണ്ട് ട്രെൻഡിങ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് വേണം എന്നൊക്കെ പറയുന്ന ക്ലയൻസിന് നിങ്ങൾക്ക് ഇതൊരു റെഫറൻസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. ഏത് കളറിന് ഏത് കളർ മാച്ച് ഔട്ട് ആകും, നിങ്ങൾക്ക് എങ്ങനെ ഇത് വേറൊരു കളറായിട്ട് മാച്ചപ്പ് ചെയ്യാം, അല്ലെങ്കിൽ പ്യുവർ വൈറ്റ് ഇടാൻ ഇഷ്ടമില്ലാത്തവർക്ക് എങ്ങനെ ഒരു വൈറ്റ് കളർ പെയർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ പിൻട്രസ്റ്റിൽ പോയിട്ട് ക്ലൗഡ് ഡാൻസർ മാച്ചിങ് കളർ പാലറ്റ് എന്ന് സെർച്ച് ചെയ്യുക. അത് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പാലറ്റ് ഉണ്ടായിരിക്കും. ആ പാലറ്റ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക. അതിനകത്ത് ഉള്ള ഏതെങ്കിലും ഒരു കളറ് നിങ്ങളുടെ സ്കിന്നിന് കുറച്ചും കൂടി മാച്ചിങ് ആയിട്ടുള്ള മേ ബി ലാവൻഡർ ഓർ ലൈറ്റ് പേർപ്പിൾ കളേഴ്സ്, ഒരു ഡാർക്ക് ഗ്രേ കളർ, ഈവൻ ബേജ് കളർ, ഇതെല്ലാതും ക്ലൗഡ് ഡാൻസിൻ്റെ കൂടെ വളരെ മാച്ചിങ് ആയി പോകുന്ന പാലറ്റാണ്. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതല്ലാതെ കുറച്ചും കൂടി കോൺട്രാസ്റ്റിംഗ് ആയിരിക്കണം, പോപ്പ് ഔട്ട് ആയിരിക്കണം, എനിക്ക് ഇത്രയും ഡൾ കളേഴ്സ് താല്പര്യമില്ല എന്നുള്ളവർക്കും വേണ്ട കളർ ഓപ്ഷൻസ് ഉണ്ട്. അതിലൊന്ന് മജന്ത ആൻഡ് ബ്രൈറ്റർ യെല്ലോ. ഇതും ക്ലൗഡ് ഡാൻസറിൻ്റെ കൂടെ നന്നായിട്ട് പെയർ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ചിലവർക്ക് പ്യുവർ വൈറ്റ് ഇടാൻ താല്പര്യമില്ലാത്തവർക്ക് ഇപ്പോൾ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന പോലെ വൈറ്റിൽ പ്രിൻറ്റ്സ്, പോപ്പ് ഔട്ട് ആയിട്ട് വരുന്ന പ്രിൻറ്റ്സ് കളർ വരുന്ന രീതിയിൽ ചൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് യു ക്യാൻ ആക്സസറൈസ് വിത്ത് ദിസ്. കൂടുതൽ കോൺസെൻട്രേഷൻ ആക്സസറീസിലേക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വൈറ്റ് ഇടുന്ന ചിലവർക്ക് ഇടാൻ താല്പര്യമില്ലാത്ത കളറാണ്. അപ്പോൾ ആ ഒരു ഓക്വേർഡ്നെസ് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇതുപോലെയുള്ള കൂടുതൽ സ്റ്റൈൽ ആൻഡ് ടിപ്സിനായിട്ട് ഡു ഫോളോ ഗൃഹം.